ബാക്ക് ടു സ്റ്റഡി ഹാർട്ട്. ഇന്ന് സ്റ്റഡി ഹാർട്ട് നിങ്ങളുടെ മുന്നിൽ CBSE ക്ലാസ് 10 മാത്സ് ഫസ്റ്റ് ലെസൺ എക്സസൈസ് 1.1 കുറച്ച് പ്രോബ്ലംസുമായിട്ടാണ് വന്നിരിക്കുന്നത്. എക്സസൈസ് 1.1 ചാപ്റ്റർ 1 റിയൽ നമ്പേഴ്സിലെ എക്സസൈസ് 1.1 ഡിഫിക്കൽട്ടി ക്വസ്റ്റ്യൻ എന്ന് തോന്നുന്ന സെക്കൻഡ് പ്രോബ്ലം ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഷോ ദാറ്റ് എനി പോസിറ്റീവ് ഓർ ഇന്റിജർ ഈസ് ഓഫ് ദ ഫോം 6q plus 1 or 6q plus 3 or 6q plus 5 where q is some integer. ഇത് ആക്ച്വലി ചെയ്യുന്നത് യൂക്ലിഡ് ഡിവിഷൻ ലെമ്മ ആണ്. അതിനു വേണ്ടിയിട്ട് യൂക്ലിഡ് ഡിവിഷൻ ലെമ്മ ഒന്ന് ഷോർട്ട് ആയിട്ട് പറയാണ്. ഗിവൺ പോസിറ്റീവ് ഇന്റിജർ a and b, there exists unique integers q and r such that a equal to bq plus r where r means remainder is greater or equal to 0 and less than b is divisor. ഇത് കേൾക്കുമ്പോൾ ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നും. ആക്ച്വലി ഇത് നമ്മളുടെ ഡിവിഷൻ അൽഗോരിതം നമ്മൾ ചെറിയ ഫോർത്ത് സ്റ്റാൻഡേർഡിലൊക്കെ പഠിച്ച് ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവിഡൻഡ് ഈസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ. അതുപോലെ തന്നെയുള്ള പ്രോബ്ലമാണ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം 10നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 3s 9, റിമൈൻഡർ 1 കിട്ടും. ഇവിടെ ഡിവിഡൻഡ് എന്ന് പറഞ്ഞ 10, ഡിവൈസർ എന്ന് പറഞ്ഞ 3, കോഷ്യന്റും 3 പ്ലസ് 1. നിങ്ങൾ നോക്കിക്കേ, ഈ റിമൈൻഡർ എന്ന് പറഞ്ഞാൽ എപ്പോഴും 0യേക്കാളും വലുതായിരിക്കും. ഡിവൈസർ 3 ആണ്. ഡിവൈസറിനേക്കാളും ഒന്നെങ്കിൽ 0 ആയിരിക്കും, ഇല്ലെങ്കിൽ 0യേക്കാളും വലുതായിരിക്കും റിമൈൻഡർ. പക്ഷെ 3 എന്ന് പറഞ്ഞ ഡിവൈസറിനേക്കാളും ചെറുതായിരിക്കും. റിമൈൻഡർ എപ്പോഴും 0യേക്കാളും വലുത് അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും. കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണെങ്കിൽ ഈക്വൽ ആണ്, അല്ലെങ്കിൽ ബി എന്ന് പറഞ്ഞ ഡിവൈസറിനേക്കാളും ചെറുതായിരിക്കും. ഇതാണ് ഡിവിഷൻ, യൂക്ലിഡ് ഡിവിഷൻ ലെമ്മ. അതൊരു സിമ്പിൾസ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ഇവിടെ. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ഇവിടെ സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലെറ്റ് എ ബി എനി ഇൻറ്റിജർ, എനി പോസിറ്റീവ് ഇൻറ്റിജർ. ലെറ്റ് എ ബി എനി പോസിറ്റീവ് ഇൻറ്റിജർ ആൻഡ് ബി ഈക്വൽ ടു 6. നമ്മളിവിടെ ബി 6 എന്ന് എടുക്കുന്നത് നമുക്ക് ഇങ്ങനെയാണ് കാണിക്കേണ്ടത്. 6q plus 1, 6q plus 3, 6q plus 5 ആ ഫോമിൽ കാണിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇവിടെ എ എനി പോസിറ്റീവ് ഇൻറ്റിജർ എടുത്തിട്ട് ബി 6 എന്ന് എടുക്കുന്നത്. So by Euclid's division lemma, by EDN, Euclid's division lemma, we can write A is equal to 6q plus r, where r remainder, r is remainder, is greater or equal to 0 and less than, here divisor എന്ന് പറയുന്നത് 6 ആണ്, less than 6. So the possible values of r are 0, 1, 2, 3, 4, 5. 6 ആകാൻ പാടില്ല, 6നേക്കാളും ചെറുതായിരിക്കണം. ഇതാണ് ജസ്റ്റ് ഇങ്ങനെ അങ്ങ് പെട്ടെന്നൊന്ന് ആലോചിച്ചാൽ മതി. ഫോമിൽ എഴുതുക, എന്നിട്ട് ബി എന്ന് പറയുന്നത് അവർ തന്നിരിക്കുന്ന നമ്പർ എടുക്കുക. അപ്പൊ അതിനേക്കാളും ചെറുതായിരിക്കണം റിമൈൻഡർ. ഇനി കേസ് 1, when r is equal to 0, when r is equal to 0, a becomes a equal to 6q. എന്താ 6q plus 6q plus 0 എന്നാണ്. ആറിന്റെ സ്ഥാനത്ത് 0. അപ്പോൾ a is equal to 6q. ശരിക്കും പറഞ്ഞാൽ എ ഈക്വൽ ടു 6q എന്ന് പറയുന്നത്, അവിടെ 6q എന്താണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഈവൻ ഇൻറ്റിജർ ആണ്. കാരണം നമുക്ക് കാണുമ്പോഴേ അറിയാം 6ന്റെ മൾട്ടിപ്പിൾ ആണ് 2യുടെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നതുകൊണ്ട് ഇറ്റ്സ് ആൻ ഈവൻ ഇൻറ്റിജർ. ഇനി
അടുത്ത കണ്ടീഷൻ കേസ് 2. When r is equal to നെക്സ്റ്റ് റിമൈൻഡർ ആയിട്ട് വരുന്നത് 1 ആണ്. അപ്പം a is equal to 6q plus 1. അറിയാം, ഒരു ഈവനിന്റെ കൂടെ 1 ആഡ് ചെയ്താൽ അതൊരു ഓഡ് ഇൻറ്റീജർ ആയിരിക്കും. ഇനി അടുത്ത കണ്ടീഷൻ when r is equal to case 3. When r is equal to 3, a is equal to r is equal to 2, a is equal to 6q plus 2. അപ്പോഴെന്തായി 2 ആഡ് ചെയ്താൽ ഇതൊരു ഈവൻ ആണെന്ന് പറഞ്ഞു നേരത്തെ. അപ്പോൾ ഈവൻ്റെ കൂടെ 2 ആഡ് ചെയ്താൽ വീണ്ടും മതി ഈവൻ ഇൻറ്റീജർ ആണ്. ഈവൻ ഇൻറ്റീജർ ആണ്. ഇനി ക്വസ്റ്റ്യൻ ഞാൻ റബ്ബ് ചെയ്യുകയാണ്. When r is equal to next condition case 4. When r is equal to 3, a is equal to 6q plus 3. That is also odd integer. Similarly, case 5. When r is equal to 4, a is equal to 6q plus 4. That is even. How will you know that is even? എങ്ങനെ അറിയുന്നത് നിങ്ങൾ അത് ഈവൻ ആണെന്ന്? ഒന്ന് 6q എന്ന് പറയുന്നത് ഓൾറെഡി ഈവൻ ആണ്. അതിൻ്റെ കൂടെ നമുക്കറിയാം ഏതിൻ്റെ കൂടെയും 4 ചേർത്താൽ അത് നമ്പർ ആഡ് ചെയ്ത് വരുമ്പോൾ അല്ലെങ്കിൽ ഈവൻ നമ്പർ ഇതൊക്കെ 2ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നതാണ് അല്ലേ? 2ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ളതെല്ലാം എന്താണ്? ഈവൻ ആണ്. കേസ് 6. When r is equal to 5, അപ്പം a equal to 6q plus 5 എന്ന് പറയുന്നത് ഓഡ് ഇൻറ്റീജർ ആണ്. അപ്പം ഇതിന് നോക്കുക, ഓഡ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? a is equal to 6q plus 1, a is equal to 6q plus 3 and a is equal to 6q plus 5. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ക്വസ്റ്റ്യൻ. എനി പോസിറ്റീവ് ഓഡ് ഇൻറ്റിജർ ഈസ് ഓഫ് ദ ഫോം 6q plus 1, 6q plus 3 and 6q plus 5. So we can write therefore any positive integer is of the form 6q plus 1, 6q plus 3 or 6q plus 5. ഇതിൽ ഏതെങ്കിലും ഒരു ഫോമിലായിരിക്കും. ഒന്നെങ്കിൽ അത് 6q plus 1 ആയിരിക്കും, ഇല്ലെങ്കിൽ 6q plus 3 അല്ലെങ്കിൽ 6q plus 5. ഈ പ്രോബ്ലം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ അവർ ഏത് ഫോമിലാണ് ആക്കാൻ പറയുന്നത് ആ ഫോമിൽ ആക്കുമ്പോൾ ആ നമ്പറാണ് ബി ആയിട്ട് എടുക്കേണ്ടത്. ലെറ്റ് എ ബി എനി പോസിറ്റീവ് ഇൻറ്റിജർ and start ചെയ്യുന്നത് അങ്ങനെയാണ്. b equal to 6. let a be any positive integer and b equal to 6. അങ്ങനെ വെച്ച് യൂക്ലിഡ് ഡിവിഷൻ ലെമ്മ വെച്ച് റിമൈൻഡറിന്റെ ഓരോ കേസും കൊടുക്കുക. 6 ആയിട്ടാണ് b എടുക്കുന്നതെങ്കിൽ റിമൈൻഡർ എപ്പോഴും 6നേക്കാളും കുറഞ്ഞിരിക്കണം. ഇനി ക്വസ്റ്റ്യൻ പോസിറ്റീവ് ഓഡ് ഇൻറ്റിജർ ആണ്. എനി പോസിറ്റീവ് ഓഡ് ഇൻറ്റിജർ ഈസ് ഓഫ് ദ ഫോം എന്നാണ് ക്വസ്റ്റ്യൻ. പോസിറ്റീവ് ഈവൻ ഇൻറ്റിജർ ആണ് ക്വസ്റ്റ്യൻ എങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതും? ഇത് തന്നെ കാണിക്കും, എന്നിട്ട് നിങ്ങൾ എഴുതും പോസിറ്റീവ് ഈവൻ. ഇതേ ക്വസ്റ്റ്യൻ തന്നെ പോസിറ്റീവ് ഈവൻ ഇൻറ്റിജർ ആണെങ്കിൽ ഇതിന്റെ ഫോം 6q plus 2 or 6q plus 4 ഈവൻ ആണെങ്കിൽ. ഇതിപ്പോ ഓഡ് ആണ്. ഓഡ് ആകുമ്പോൾ 6q plus 1, 6q plus 3, 6q plus 5. ഇതേപോലെ തന്നെയാണ് ഏത് 2q എനി പോസിറ്റീവ് ഓഡ് ഇൻറ്റീജർ ഓഫ് ദ ഫോം 2q plus 2q ലൈക്ക് ദാറ്റ് അങ്ങനത്തെ ക്വസ്റ്റ്യൻ വരും. 4q plus അങ്ങനത്തെ സിമിലർ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ നിങ്ങൾക്ക്. ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് അങ്ങനത്തെ സിമിലർ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ റീഡറിലുണ്ടല്ലോ. എനി പോസിറ്റീവ് ഓഡ് ഇൻറ്റീജർ ഓഫ് ദ ഫോം 2q and every positive odd integer is of the form 2q plus 1. Even integer
2q ആൻഡ് ഓഡ് 2q പ്ലസ് 1 അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്. ആ കേസിൽ നമ്മൾ ഇത് ഈ ബിക്ക് പകരം B6 ആയിട്ട് എടുക്കുന്നതിന് പകരം ഇവിടെ B2 ആയിട്ട് എടുക്കും. യൂക്ലിഡ് ഡിവിഷൻ ലെമ്മ തന്നെ ലെറ്റ് A be any positive integer and B is equal to 2 എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് റിമൈൻഡർ പോസിബിൾ ആയിട്ടുള്ളത് 6, 0 or 1 ആണ് വരാൻ പറ്റുന്നത്. 2-നേക്കാളും കുറഞ്ഞിരിക്കണം. അപ്പം കേസ് 1 when R is equal to 0, കേസ് 2 when R is equal to 1. സിമിലർലി ചില കേസിൽ 4q വെച്ചിട്ട് തുടങ്ങുവാണെങ്കിൽ അവിടെ B is equal to 4 എന്ന്. അപ്പോൾ R എന്ന് പറയുന്ന പോസിബിൾ വാല്യൂ 0, 1, 2, 3 അങ്ങനെ ആവുമ്പോൾ when R is equal to 0, A is equal to 4q. when R is equal to 1, A is equal to 4q plus 1. like that we can do എല്ലാ പ്രോബ്ലം അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. സെയിം. അപ്പോൾ ഈ പ്രോബ്ലം ആയിട്ട് ബന്ധപ്പെട്ട് ഏത് പ്രോബ്ലം വന്നാലും അങ്ങനെ ചെയ്യാൻ നോക്കുക.